വീണ്ടും ഒന്നിച്ചായിരിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തില്ല. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നത്. നമ്മൾ റോമാലേഖനം 12-ാം അധ്യായമുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 2-ാമത്തെ വാക്യത്തില് ഇങ്ങനെ തുടങ്ങുന്ന, ഈ ലോകത്തിന് അനുരൂപരാകാതെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ. ഈ ലോകത്തിന് അനുരൂപരാകുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. നമ്മളെല്ലാം ലോകത്തിന് അനുരൂപപ്പെട്ടവരായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ്, വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ലോകത്തിന് അനുരൂപരായിരുന്നു. സമസ്ത മേഖലകളിലും നമ്മുടെ ചിന്തകളെയും മനോഭാവങ്ങളെയും ഇഷ്ടങ്ങളെയും ഉദ്ദേശങ്ങളെയും എല്ലാം ഈ ലോകമാണ് സ്വാധീനിച്ചുകൊണ്ടിരുന്നത്. ഈ ലോകം എന്ന് പറയുമ്പം ലൂസിഫർ തലയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ ലോകം എന്ന് പറയുമ്പോൾ. അവിടെ എപ്പോഴും ദൈവത്തിനെതിരായിട്ട് മനുഷ്യനെ തിരിക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ലൂസിഫർ സാത്താൻ ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. നമ്മള് വീണ്ടും ജനിച്ചു കഴിയുമ്പം ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. ആ പുതിയ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ സകലവും പുതുതായിരിക്കും നമ്മളവിടെ വായിക്കുന്നത്. കണ്ടാൽ സകലവും പുതുതായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി സാത്താന്റെ സാമ്രാജ്യത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പൊ വീണ്ടും നമ്മളെ കീഴടക്കാനായിട്ട് ജഡത്തിലൂടെയാ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ജനിച്ചൊരു ദൈവത്തിനെ നേരിട്ട് സ്വാധീനിക്കാൻ, അല്ലെ ദൈവത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാത്താന് കഴിയുന്നില്ല. അതുകൊണ്ട് അവനെപ്പോഴും നമ്മുടെ ജഡമാണ് ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത്. വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിച്ച പോലെ ചിന്തിക്കാനും പ്രവർത്തിച്ച പോലെ പ്രവർത്തിക്കാനും നടന്ന പോലെ നടക്കാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനമാണ് എപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിന്റെ പുതുക്കം സംഭവിക്കും തോറുമാണ് നമ്മൾ ദൈവത്തിന്റെ ഹിതം അറിയുന്നതും സാത്താന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നത്. നമ്മുടെ മനസ്സിന് പുതുക്കം പ്രാപിക്കുന്നില്ലെങ്കിൽ നമുക്ക് സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ ഹിതവും അറിയാൻ പറ്റത്തില്ല. നമ്മൾ എവിടെയൊക്കെയാണ് ഈ ലോകത്തോട് അനുരൂപപ്പെട്ടിരിക്കുന്നത്? ഇപ്പൊ ലോകം എന്ന് പറയുമ്പം യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളാണ്: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇതിൽ പ്രാഥമികമായിട്ടുള്ളത് ജഡത്തിന്റെ മോഹമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് നടക്കാനാണ് സാത്താൻ വീണ്ടും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ദൈവം നമ്മളോട് പറയുന്നത്, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അപ്പൊ നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നത് വ്യർത്ഥ ബുദ്ധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തുടർന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ പുതുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനായിട്ട് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് 12:1 നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. അവിടെ ഇങ്ങനെ തുടങ്ങുന്ന സോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ദൈവത്തിന്റെ മനസ്സലിവ് നമ്മളെപ്പോഴും മാനസാന്തരത്തിലേക്ക് നടത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി സമർപ്പിപ്പീൻ. പ്രാഥമികമായിട്ട് നമ്മൾ ഇതുവരെ നമ്മുടെ അവയവങ്ങളെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, സാത്താന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് സമർപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മളോട് പറയുന്നത്, ഇനി അങ്ങനെ ചെയ്യരുത്. ഇനി നിങ്ങളുടെ അവയവങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആ ജീവൻ നമുക്ക് ലഭിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ റോമാലേഖനത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ ആ കാര്യം പഠിച്ചിരുന്നു. 5-ാമത്തെ അധ്യായത്തില് അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷമോ നാം അവന്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും. അവന്റെ ജീവനാൽ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ജീവനും വിശുദ്ധിയും
ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പൊ ദൈവിക ജീവൻ നമ്മൾ ഏതളവിൽ വ്യാപരിക്കുന്നോ ആ അളവിലാണ് നമ്മുടെ മനസ്സിന് പുതുക്കം വരത്തുള്ളൂ. ഈ പുതുക്കം വരാത്ത മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ദൈവിക കാര്യങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന അസാധ്യമായ ഒരു കാര്യമാണ്. ഒരിക്കലും അതിന് കഴിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ റോമർ 8:6 വായിക്കുന്ന ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. ഈ ആത്മാവിന്റെ പിന്നാലെ പോകും തോറും, ദൈവത്തിന്റെ അനുസരണത്തിൽ നമ്മൾ നടക്കും തോറും നമ്മൾ ഈ ലോകത്തോടുള്ള അനുരൂപതയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഒരു കുഞ്ഞ് ജനിച്ചു വളരുന്ന പോലെയാണ്, ഒറ്റയടിക്കല്ല. നമ്മുടെ ഉള്ളില് ഏതളവിൽ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിനും വചനത്തിനും ഇട കൊടുക്കുന്നോ ആ അളവിലേ നമുക്ക് പുതുക്കം വരത്തുള്ളൂ. പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഇതുവരെ നമ്മൾ നമ്മുടെ അവയവങ്ങളെ അനീതിരായുധങ്ങളായി പാപത്തിന് സമർപ്പിച്ചിരുന്നത് പോലെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നീതിരായുധങ്ങളായി വിശുദ്ധീകരണത്തിന് സമർപ്പിക്കുന്നു. അതാ 1-ാം വാക്യത്തിൽ പറയുന്നത്. പണ്ട് നമ്മുടെ അവയവങ്ങളെ അനീതിരായുധങ്ങളായി പാപത്തിന് കൊടുത്തോണ്ടേയിരുന്നു, നമ്മളിലൂടെ പാപം വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി വിശുദ്ധീകരണത്തിന് സമർപ്പിച്ചുകൊള്ളുകയും ദൈവത്തിന്റെ അനുസരണത്തിലൂടെ ഈ വിശുദ്ധിയിലേക്കുള്ളൊരു യാത്രയ്ക്കായിട്ട് നാം നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കുന്നു. രണ്ടാമതാണ് മനസ്സ് പുതുക്കാനായിട്ട് പറയുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം തിരിച്ചറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. നമുക്കറിയാം, നമ്മൾ ആത്മാവ്, ദേഹം 3 തലങ്ങൾ കൂടി ചേർന്നവരാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും ജനിക്കുന്നതോടുകൂടി നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിക്കുന്നു. ദൈവികമായ അന്തസത്ത, ആ എസൻസ് നമ്മുടെ ഉള്ളിൽ വരുന്നു. അത് തുടർന്ന് നമ്മുടെ ദേഹിയിലേക്കും ദേഹത്തിലേക്കും വ്യാപരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആദ്യമായിട്ട് നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ജീവനുള്ള ആരാധനയായിട്ട് നമ്മളെ തന്നെ ദൈവേഷത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മുടെ മനസ്സിന് പുതുക്കം വന്നുകൊണ്ടേയിരിക്കണം. ദേഹിയുടെ തലത്തിൽ വരുന്ന ഒരു പുതുക്കമുണ്ട്. ദേഹിയുടെ തലത്തിലുള്ള പുതുക്കത്തിലാണ് നമ്മുടെ മനോഭാവങ്ങളിലും ഉദ്ദേശങ്ങളിലും ഒക്കെ നമുക്കൊരു വ്യത്യാസം വരുന്നത്. അപ്പൊ ആ പുതുക്കം നമ്മളോട് പറയുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവം തിരിച്ചറിയാനായിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പൊ നമ്മള് പഠിക്കാത്തൊരു ഭാഷ പഠിക്കുന്ന പോലെയാണ്. നമ്മളിവിടുന്ന്, നമുക്ക് തമിഴ് അറിയത്തില്ല, നമ്മൾ തമിഴ്നാട്ടിൽ പോയി താമസിക്കുന്നു. നമ്മൾ ദിനംപ്രതി അവരുടെ സംസാരമൊക്കെ കേട്ട് സാവകാശം ഓരോ വാക്കുകളൊക്കെ പഠിച്ച് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് പ്രാപിക്കുന്നു. ഒറ്റയടിക്ക് നമുക്ക് അസാധ്യമാണ്. ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങൾ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാവകാശം നമ്മുടെ മനസ്സിന് അതിനെ ഗ്രഹിക്കാനുള്ള ഒരു കഴിവുണ്ടാകുന്നു. അങ്ങനെ നമ്മളത് ഗ്രഹിക്കുന്നു. അങ്ങനെ അവർ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തില് അങ്ങനത്തെ ഒരു മാറ്റം നമ്മുടെ ഉള്ളില് ഒരു പുതുക്കം സംഭവിച്ചുകൊണ്ടേയിരിക്കണം. 2 കാര്യങ്ങൾ നിമിത്തമാണ് ഈ പുതുക്കം വരുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. രണ്ടാമത്, ദൈവത്തിന്റെ വചനം അനുസരിക്കുക വഴിയാണ്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവജനൊന്നും മായമല്ലാത്ത പാൽ കുടിപ്പാൻ വഞ്ചിപ്പി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതുവരെ നമ്മൾ ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസരിച്ച് നടന്ന നമ്മള് തുടർന്ന് ദൈവവചനം അനുസരിച്ച് നടക്കാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ പുതുക്കം വരുന്നോറുമാണ് ദൈവഹിതം നമ്മൾ തിരിച്ചറിയുകയും ദൈവഹിതത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യുന്നത്. ഇസ്രായേലിനെ കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ പറയുമ്പോൾ അവിടെ ഇങ്ങനൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തില് ഇതിന്റെ 9-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് ബാലക്ക് പറയുന്നൊരു കാര്യമാണ്, ബിലയ, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ഈ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ ഇതിന്റെ അർത്ഥം? അവരൊരിക്കലും ജാതികളായിരുന്നു. ആ ജാതികളുടെ ദൈവം വരെ വീണ്ടെടുത്ത് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച്
ഒരു ജാതിയാക്കി. അതുവരെ അബ്രഹാം വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അവൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടും. അവന്റെ നിയമങ്ങൾ വളരെ വ്യത്യസ്തമായി തീരുന്നു. അതുവരെയുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായി തീരുന്നു. ഇപ്പൊ എത്രയോ അകലെ നിന്ന് തന്റെ മകനൊരു ഭാര്യ എടുക്കാനായിട്ട് തന്റെ ദാസനെ നിയോഗിച്ചയക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ഈ സമീപത്തുള്ള ജാതികളിൽ നിന്നും ഒരു സ്ത്രീയെ ഒരു വിവാഹത്തിനോട് എടുക്കാതെ എന്റെ ചാർച്ചക്കാരുടെ അടുക്ക തന്നെ നീ എടുത്തോണ്ട് വരണം എന്ന് പറഞ്ഞ് എത്രയോ മൈലുകൾ, 100 കണക്കിന് മൈലുകൾ യാത്ര ചെയ്ത് വേണം അവിടുന്ന് വേണം ഒരു വധുവിനെ കൊണ്ടുവരാൻ. പക്ഷെ അടുത്തുള്ള ജാതികളുടെ അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ ദൈവികമായിട്ടുള്ള ആ പ്യൂരിറ്റി നഷ്ടപ്പെടും. ദൈവത്തിന്റെ ഇഷ്ടം നടക്കത്തില്ല. അങ്ങനെ സകലത്തിലും വ്യത്യസ്തമായ അവരുടെ ജീവിതശൈലികൾക്ക് വ്യത്യാസം വന്നു, കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വന്നു, അവരുടെ ലക്ഷ്യങ്ങൾക്ക് വ്യത്യാസം വന്നു. അങ്ങനെ ജാതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കൂട്ടമായിട്ട് ദൈവം ഇവരെ ആക്കി തീർന്നത്. അതിന്റെ 23-ന്റെ 21 നമ്മൾ വായിക്കുന്ന, യാക്കോബിൽ തിന്മ കാണാനില്ല. ജാതികളുടെ ഇടയിൽ മുഴുവൻ തിന്മ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ യാക്കോബിനെ കുറിച്ച് പറയുന്നത്, യാക്കോബിൽ തിന്മ കാണാനില്ല. ജാതികളിൽ നിന്ന് വളരെ വ്യത്യസ്തരായ ഒരു കൂട്ടം. അവരുടെ ചിന്താഗതികളും മനോഭാവങ്ങളും വസ്ത്രധാരണവും ഭക്ഷണ രീതികളും. ജാതികളെ സംബന്ധിച്ച് അവരുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് അവർ രക്തത്തോടു കൂടി തിന്നുമായിരുന്നു. പക്ഷെ അബ്രഹാമിനെ തെരഞ്ഞെടുത്തിട്ട് അവർ കൽപ്പന കൊടുത്തപ്പോൾ എന്ത് പറഞ്ഞു? രക്തത്തോടു കൂടി ഭക്ഷിക്കരുത്. ഭക്ഷണ കാര്യത്തിൽ അതുപോലെ ഇന്നിന്നതിനെയൊക്കെ നിങ്ങൾ തിന്നരുത്, ഇന്നിന്നതൊക്കെ തിന്നാം എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വളരെ വ്യത്യസ്തമായ ഒരു ഗ്രൂപ്പായിട്ടാണ് ദൈവം ഇസ്രായേലിനെ മാറ്റിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിച്ചപ്പോ അഹ്റോൻ അവർക്ക് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ മോശ ഇറങ്ങി വന്ന് ഇത് കണ്ടപ്പോ ഇസ്രായേൽ ഈ കാളക്കുട്ടിയെ കണ്ടപ്പോ എന്താ ചെയ്തേ? അത് യാഗം കഴിക്കുകയും ഉത്സവം ആചരിക്കുകയും ചെയ്തേ. ജനം തിന്നാനും കുടിക്കാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. ഇവരുടെ ആരവം കേട്ടാണ് ദൈവം പറയുന്നത്, നീ വേഗം ഇറങ്ങിച്ചല്ലേ, നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കി എന്ന് പറഞ്ഞാൽ അവർ പഴയ രീതിയിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. വിഗ്രഹാരാധനയിലേക്ക്, തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും വിഗ്രഹത്തെ നമസ്കരിക്കുകയും ചെയ്യുന്നൊരു തലത്തിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് വേഗം ഇറങ്ങിച്ചെല്ലാനാ പറയുന്നത്. അങ്ങനെ മോശ ഇറങ്ങി വന്ന് ഈ കാളക്കുട്ടിയെ കണ്ടപ്പം മോശ ഒഴികെ, മോശയും യോശുവയും ഒഴികെ എല്ലാവരും ഈ കാളക്കുട്ടിയുടെ മുമ്പില് കുമ്പിട്ട് വണങ്ങുകയും നമസ്കരിക്കുകയും പാടുകയും ആടുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കാളക്കുട്ടിയെ കണ്ട മോശയ്ക്ക് ഉഗ്രകോപം ജനിച്ച് നമ്മൾ വായിക്കുന്നു. ഒരു കൂട്ടർക്ക് അത് കണ്ടപ്പോൾ അതിനെ ആരാധിക്കാൻ തോന്നുമ്പോൾ ഈ പുതുക്കം വന്ന മനുഷ്യൻ ഇത് കണ്ടപ്പോൾ ഉഗ്രകോപമുണ്ട്. അതിനെ അടിച്ച് പൊടിയാക്കി ഇസ്രായേലിനെ കൊണ്ട് അതിനെ കുടിപ്പിച്ചു നമ്മൾ വായിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഈ സത്യങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് കഴിയാറില്ല. ഉദാഹരണം 25-ാം നമ്മുടെ സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആദ്യ വാക്യത്തിൽ പറയുന്നത്, ഇസ്രായേൽ ശിത്തിമിൽ പാർക്കുമ്പോൾ ജനം മോബാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അപ്പൊ അവരോട് വളരെ കർശനമായിട്ട് പറഞ്ഞിരുന്നത്, നിങ്ങള് ജാതികളുമായിട്ട് ഇണയില്ലാപ്പിണ കൂടരുത്. അവർക്ക് കൽപ്പനയുണ്ടായിരുന്നു. ദൈവ കൽപ്പന കൊടുക്കുമ്പോൾ തന്നെ അവരോട് പറഞ്ഞ്, ഈ കൽപ്പനകളുടെ അനുസരണമാണ് നിങ്ങളെ ജാതികളുടെ മുമ്പിൽ ശ്രേഷ്ഠ ജാതിയാക്കുന്നതും അവരുടെ അംഗീകാരം നിങ്ങൾക്ക് കിട്ടുന്നതും. തുടർന്ന് അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുക, എന്നാൽ മോശയും സമാപന കൂടാരത്തിന്റെ വാതിലും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസമയം കാണുകെ ഒരു ഇസ്രായേലിയൻ തന്റെ സഹോദരന്മാർ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. അഹരോൻ പുരോഹിതന്റെ മകനെ എലിയാസറിന്റെ മകൻ ഫിനെഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യം നിന്ന് എഴുന്നേറ്റ് കയ്യിലൊരു കുന്തമെടുത്ത് ആ ഇസ്രായേലിന് പിന്നാലെ അന്തപുരത്തിലേക്ക് ചെന്ന് ഇരുവരെയും, ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ അവരുടെ ഉദരം തുളയും വണ്ണം കുത്തി. അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. ബാധ കൊണ്ട് മരിച്ചവർ 24,000 പേർ ആയിരുന്നു. അപ്പൊ ഈ അന്യ സ്ത്രീകളുമായിട്ട് പരസ്യം തുടങ്ങിയപ്പോൾ തന്നെ ഒരു ബാധ ആരംഭിച്ചു. ഇവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കേ പകല് അന്യ സ്ത്രീകളെ ഭാര്യമായിട്ട് എടുക്കരുതെന്ന് പറഞ്ഞിടത്ത് ഒരു ഇസ്രായേലിയൻ
ശിമെയോൻ ഗോത്രത്തിൽപ്പെട്ട ഒരു ഇസ്രയേലിയന് ഒരു മോബാബി സ്ത്രീയെ പരസ്യമായിട്ട് കൊണ്ടുവന്ന് അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അപ്പൊ അത് കണ്ട ഉടനെ അഹരോൻ പുരോഹിതന്റെ കൊച്ചുമോൻ ഫിനെഹാസ് അത് കണ്ടപ്പോൾ അവൻ എഴുന്നേറ്റിട്ട് ചെയ്തൊരു കുന്തം എടുത്തോണ്ട് ചെന്ന് കുത്തി അവരെ ഇരുവരെയും കൊന്നുകളഞ്ഞു. അപ്പൊ ഒരു പുതുക്കം വന്ന മനുഷ്യന്റെ പ്രത്യേകത അതാണ്. മനസ്സിന് പുതുക്കം വന്ന ഒരാള് പാപത്തോടുള്ള അവന്റെ മനോഭാവം വളരെ വ്യത്യസ്തമായിരിക്കും. പാപത്തെ അവന് സഹിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മുടെ മനസ്സിന് പുതുക്കം വരും തോറും പാപത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വരും. പാപത്തെ ഉന്മൂലനാശം ചെയ്യാനുള്ള ഒരു ആന്തരിക ബോധ്യങ്ങൾ നമ്മളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. നമ്മളിൽ തന്നെയുള്ള ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ട് പരസംഗം എന്ന് പറയുമ്പോൾ നമ്മൾ ജഡവുമായിട്ട് കൂട്ടുകൂടുന്നതാണ്. ജഡത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ വീണ്ടും സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയ വിചാരത്തിലേക്ക് പോകുന്നത്. പക്ഷെ നമുക്കതിനെക്കുറിച്ച് ഇങ്ങനൊരു എരിവുണ്ട്. ഫിനെഹാസിന് വന്ന പോലെ ഒരു എരിവുണ്ട്. ആ ദൈവകൽപ്പന ലംഘിച്ച ആ മനുഷ്യനെ രണ്ടുപേരെയും കുന്തം ചേർത്ത് കുത്തി കൊന്നു കളയുന്ന ഒരു പ്രവൃത്തിയാണ് താൻ ചെയ്തത്. അതിന്റെ അനന്തരഫലം എന്താ? 13-ാം വാക്യം നമ്മൾ വായിക്കുന്നു. അവൻ തന്റെ ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ളവനായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചതുകൊണ്ട് അത് അവനും ഒരു സന്തതിക്കും നിത്യ പൗരോഹിത്യത്തിന്റെ നിയമമാകുന്നതെന്ന് നീ പറയണം. ആ ഒരൊറ്റ ആക്ട് അവർക്ക് പൗരോഹിത്യം ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. നിത്യ പൗരോഹിത്യം. അപ്പൊ നമ്മൾ പുതിയത്തിലേക്ക് വരുമ്പം നമ്മൾ ജഡത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മനസ്സിന് പുതുക്കം വരും തോറും ജഡം നമ്മുടെ ശത്രുവായിത്തീരും. നമുക്ക് 3 ശത്രുക്കളുണ്ടെന്നാണ് ദൈവനം പറയുന്നത്, യോഹന്നാൻ അപ്പോസ്തലൻ. പക്ഷെ ജഡം നമ്മുടെ ശത്രുവാണോ? പലപ്പോഴും ജഡം നമ്മുടെ മിത്രമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ കാരണം എന്താ? നമ്മളും മനസ്സിന് പുതുക്കം വരുന്നില്ല. ദൈവം കാണുന്ന പോലെ നമുക്കിതിനെ കാണാനായിട്ട് കഴിയുന്നു. ദൈവം എങ്ങനെ പാപത്തെ കാണുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ മനസ്സ് പുതുക്കപ്പെടാത്തത് കൊണ്ട് പാപം അത്ര എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലില്ല. കോപത്തെ നമ്മൾ ഉന്മൂലനാശം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളതിനെ കാണുന്ന എങ്ങനെ? ചില സമയത്തൊക്കെ അത് നല്ലതാണെന്ന് നമ്മൾ ചിന്തിക്കും. ഇച്ചിരി കോപമൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ നമ്മൾ ചിന്തിക്കും. കാരണം നമ്മൾ പാപത്തോടെ ഒരു അനുരഞ്ജന മനോഭാവം ഉള്ളവരാണ്. പക്ഷെ കർത്താവ് അതിനെ എങ്ങനെയാ കാണുന്നത്? ദൈവം കാണുന്നത് എങ്ങനെ? കുഷ്ഠം പോലെ. കുഷ്ഠം പിടിച്ചവനെ ചെയ്യേണ്ട ഒരു കാര്യം പാളയത്തിന് പുറത്താക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളതിനെ എങ്ങനെയാ കാണുന്നത്? അത്ര ഗൗരവമൊന്നുമില്ല. നമ്മുടെ കയ്പ്, പിണക്കം. അതുകൊണ്ടാണല്ലോ 1-3 അധ്യായത്തിൽ അപ്പോസ്തലൻ അവരോട് പറഞ്ഞ്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണയിരിക്കെ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരാ. ലോകക്കാരുമായിട്ട് നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ആ നിലയിലുള്ളപ്പം കൊരിന്ത്യ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവർക്ക് എഴുതപ്പെട്ട ഒരു വചനമില്ലായിരുന്നു. ഈ കൽപ്പനകളൊന്നും അവർക്ക് അറിയത്തില്ല. പൗലോസിന്റെ പ്രസംഗം കേട്ടവര് രക്ഷിക്കപ്പെട്ടു വന്നു. നമുക്കറിയാം, ഒരു പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ അതിന്റെ പൂർണ്ണ രൂപമൊന്നും അറിയില്ല. നമുക്കൊരു മാറ്റമൊക്കെ വന്നെങ്കിലും എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു. അവർ ജാതികളായിരുന്നപ്പം തുടർന്ന് വന്ന പല കാര്യങ്ങളും വീണ്ടും തുടർന്നു. അതുകൊണ്ടാണ് അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തിന് ആ സഭയിൽ ഉണ്ടായത്. പക്ഷെ അപ്പോസ്തലൻ അവരെ തിരുത്തിക്കൊണ്ട് ആ ലേഖനം എഴുതുമ്പം അവരോട് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യം പിണക്കം ഉണ്ടെങ്കിൽ നിങ്ങളും ശേഷം മനുഷ്യ പോലെ, ജാതികളെ പോലെ തന്നെയാണ്. നിങ്ങൾ ദൈവങ്ങളാന്ന് പറയുമ്പം ദൈവം അത് അംഗീകരിക്കുകയല്ല. അപ്പൊ നമ്മുടെ ഉള്ളില് ഈ പുതുക്കം വരുന്നതോറുമേ പാപത്തെക്കുറിച്ചുള്ള ഒരു ഗൗരവബോധം വരത്തുള്ളൂ. നമ്മളിപ്പം ഒരു സർപ്പദർശനമേറ്റാൽ അല്ലെങ്കിൽ പാമ്പ് നമ്മളെ കടിച്ചാൽ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? വളരെ പെട്ടെന്ന് ഒരു വൈദ്യസഹായത്തിന് വേണ്ടി ഓടും. പക്ഷെ ഒരു പാപം നമ്മുടെ ഉള്ളിൽ നിന്ന് കടന്നു വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നത്? ദൈവജനം പറയുന്നത് ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും നിശ്ചയം. പക്ഷെ നമ്മൾ ജഡത്തെ അനുസരിച്ച് നടന്നതിന് ശേഷം നമുക്ക് ആ ഗൗരവബോധമുണ്ട്, ഒന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹമുണ്ട്. ഞാൻ പാപം ചെയ്തെന്നുള്ളൊരു ബോധ്യവും വളരെ പെട്ടെന്ന് അതിന് പരിഹാരം വരുത്താനുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരിക ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് ഓടും. പക്ഷെ ആന്തരിക ജീവൻ, ആത്മീയ ജീവനോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരെ സ്ലോ ആണ്.
കാരണം എന്താ? നമ്മുടെ മനസ്സിന് പുതുക്കം വരുന്നില്ലെന്നുള്ളതാണ്. ഈ മനസ്സിന് പുതുക്കം വരുന്ന അളവിലാണ് നമ്മൾ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാനായിട്ട് തുടങ്ങും. ഓരോ പരീക്ഷയുടെ സാഹചര്യത്തിലും എന്താണ് ഇവിടെ ദൈവത്തിന്റെ ഹിതം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയത്തുള്ളൂ. ആ തിരിച്ചറിവാണ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തേണ്ടത്. പക്ഷെ മനസ്സിൽ നമ്മൾ പുതുക്കപ്പെടാൻ വിസമ്മതിക്കുന്നിടത്ത് നമുക്ക് ആ തിരിച്ചറിവ് ഉണ്ടാവത്തില്ല. അതിന്റെ അനന്തരഫലം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് പറഞ്ഞ പോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ലെങ്കിൽ തനിയേ ഇരിക്കും, ഒരു വ്യത്യാസവും വരത്തില്ല. നമ്മൾ ആയിരിക്കുന്ന സഭയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടാവാം, നമ്മൾ പറയുന്ന ഉപദേശങ്ങൾക്ക് മാറ്റം ഉണ്ടാവാം, പക്ഷെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ, പണ്ടും ഇന്നും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പം നമുക്ക് കാര്യമായ ഒരു വ്യത്യാസം കാണാനായിട്ട് കഴിയത്തില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇത് ബാഹ്യ തലത്തിലുള്ള ഒരു വ്യത്യാസമായിരിക്കും, ആന്തരിക തലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ മനസ്സിന് പുതുക്കം വരുമ്പോഴാണ് ആന്തരികമായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരും, പാപത്തോടുള്ള നമ്മുടെ മനോഭാവത്തിന് വ്യത്യാസം വരും, മറ്റു മനുഷ്യരോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവത്തിന് വ്യത്യാസം വരും. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തില് ഫിലിപ്പിയറിൽ ഇങ്ങനെ വാക്യം നമ്മൾ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വാക്യം വായിക്കുന്നുണ്ടല്ലോ. ഫിലിപ്പിയർ 2-ാം 4-5 വാക്യങ്ങളില് ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടി നോക്കണം, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നമുക്ക് പുതുക്കപ്പെടുമ്പം നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യം, കർത്താവിന്റെ അതേ ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് നമ്മൾ തീരും, അതേ മനോഭാവം. അപ്പം കർത്താവിനെ ഇങ്ങോട്ട് നയിച്ച മനോഭാവം എന്തായിരുന്നു? രസാഗ്രഹർ പറയാറുണ്ട്, സ്വർഗത്തിൽ താൻ അനുഭവിക്കുന്ന ഈ നന്മകൾ ഈ മനുഷ്യരുടെ അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവൻ സ്വർഗീയ മഹിമ വിട്ട് ഈ താണ ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി മരിക്കാൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ദൈവത്തെ സംബന്ധിച്ചുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണ്. അപ്പൊ കർത്താവിനുണ്ടായിരുന്ന ഭാവം അതായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് താൻ ഈ ലോകത്തിൽ വന്നിട്ട് നമുക്ക് നൽകാനായിട്ടാണ് ഈ പങ്കപ്പാടെല്ലാം താനേറ്റ അപമാനവും പഴിയും ദുഷിയും അവസാനം ആ ക്രൂശ് മരണം പോലും താൻ ഏറ്റെടുക്കാൻ കാരണം നമുക്ക് നന്മ ചെയ്യാനായിട്ടായിരുന്നു. മറ്റുള്ളവന്റെ ഗുണം, സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടി നോക്കണം. പക്ഷെ നമ്മളെല്ലാം ആദാമ്യ സന്ധി എന്നുള്ള നിലയില് നമ്മളൊരു പാഠ്യം പാടാറുണ്ട്, സ്വന്തം കാര്യം ആദ്യം നോക്കണം. പക്ഷെ കർത്താവ് സ്വന്തം കാര്യമല്ല ആദ്യം നോക്കി, നമ്മുടെ കാര്യം ആദ്യം നോക്കി. അതിനുവേണ്ടി താൻ ഒത്തിരി അപമാനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു, കുറ്റപ്പെടുത്തലുകൾ, ഒത്തിരി തിന്മ നേരിടേണ്ടി വന്നു. പക്ഷെ അവൻ സന്തോഷത്തോടെ ക്രൂശിനെ സഹിച്ചു നമ്മൾ വായിക്കുന്നു. കാരണം തന്റെ ഈ ക്രൂശുമരണത്തിലൂടെ സ്വർഗീയ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന നമ്മളെല്ലാം കണ്ടിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു നമ്മൾ വായിക്കുന്നു. അപ്പൊ നമ്മുടെ ആന്തരികമായിട്ട് മനസ്സിന് പുതുക്കം വരും തോറും മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനത്തിലും മനോഭാവത്തിലും ഒത്തിരി വ്യത്യാസം വരും. ഇന്ന് ശത്രുക്കളെന്ന് നമ്മൾ വിചാരിക്കുന്ന ആരും തന്നെ നമ്മുടെ ശത്രുക്കളല്ലാതായിത്തീരും. ഈ പുതുക്കം വരും തോറും നമുക്ക് ഒറ്റ ശത്രു ഉണ്ടാകത്തുള്ളൂ, നമ്മുടെ ഉപയോഗിയായ പിശാച്. വേറെ ആരും നമ്മുടെ ശത്രുക്കളായിരിക്കത്തില്ല. നമുക്ക് ശത്രു ഉണ്ടായിരിക്കും, പക്ഷെ നമ്മളോടുള്ള ബന്ധത്തിൽ നമുക്ക് ആരോടും ശത്രുത ഉണ്ടാകത്തില്ല. ഒറ്റ ശത്രുവേ ഉള്ളൂ, സാത്താൻ. അപ്പൊ നമുക്ക് പുതുക്കം വരുന്നില്ലെങ്കിലോ ആ ശത്രുതയുടെ ലിസ്റ്റ് വളരെ നീണ്ടതായിരിക്കും. ഈ പുതുക്കം വരുന്നതോറും നമ്മൾ ക്ഷമിക്കാൻ എളുപ്പമുള്ളവരായിത്തീരും. ക്ഷമിക്കുകയും പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നതിൽ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിത്തീരും നമ്മൾ. പക്ഷെ പുതുക്കം വരുന്നില്ലെങ്കിൽ നമുക്ക് വളരെ വിഷമമാണ്. ആ സ്വയത്തിന് മരിക്കുക എന്നുള്ളത്, നമ്മുടെ ഈഗോയ്ക്ക് മരിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഇപ്പം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു യാഗമായിട്ട് സമർപ്പിക്കാൻ, നമുക്കറിയാം പഴയ കാലഘട്ടത്തില് ഈ വ്യവസായ യാഗം കഴിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അവയവങ്ങളെ ഒരു യാഗമായിട്ട് കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീയാ നമ്മളിലേക്ക് വരുന്നത്. ആ തീ വന്നിട്ട് നമ്മളെ സമ്പൂർണമായിട്ട് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അവശേഷിപ്പിക്കുന്നത് ദൈവികമായിട്ടുള്ള അവശിഷ്ടങ്ങൾ മാത്രമായിരിക്കും. അവിടെ നമുക്ക്
ക്ഷമിക്കുക എന്ന് പറയുന്നത് ഭാരമുള്ള കാര്യമേ അല്ല. 1 യോഹന്നാൻ 5 അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവ അല്ല. പക്ഷെ നമുക്ക് പലപ്പോഴും ഈ കൽപ്പനകളൊക്കെ വളരെ ഭാരമുള്ളതാണ്. കാരണം എന്താ? നമുക്ക് പുതുക്കം വരുന്നില്ല എന്നുള്ളതിന്റെ കാരണം. പുതുക്കപ്പെടും തോറും ഈ കൽപ്പനകളൊക്കെ നമുക്ക് എളുപ്പമുള്ളതായിത്തീരും. 119 ഇങ്ങനെ വാക്യമുണ്ട്, നീ എന്റെ ഹൃദയം വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. അപ്പൊ ഈ വിശാലത വരുന്നത് എങ്ങനാ? ഈ പുതുക്കത്തിന്റെ അനന്തരഫലമായിട്ടാണ്. പുതുക്കപ്പെടുന്നതോറും നമ്മുടെ ഹൃദയത്തിന് വിശാലത കൂടും. ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പലരെയും, പലരുടെ സ്വഭാവങ്ങളെയും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും ഈ പുതുക്കം വരുമ്പോൾ. മനസ്സിനുള്ള പുതുക്കം വരും. അത് കുടുംബത്തിൽ ആദ്യം പ്രതിഫലിക്കുന്നത്. നമ്മുടെ പരാതികൾ ഇല്ലാതായി പോകും, കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതായി പോകും. ആ സ്ഥാനത്ത് 1 Corinthians 13 പറഞ്ഞ ദൈവസ്നേഹത്തിന്റെ ഒരു ചലനം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. ഇതുവരെ വലിയ ഭാരമായിരുന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബുദ്ധിമുട്ടായിരുന്ന കൽപ്പനകളൊക്കെ അതിന്റെ ഭാരമേ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം എന്താ? നമ്മുടെ മനസ്സിന് പുതുക്കം വരുന്നുണ്ട്. ആത്മാവിൽ നിന്നുള്ള ജീവൻ നമ്മുടെ ദേഹിയുടെ തലത്തിലേക്ക് വരുന്നു എന്നുള്ളത് അതിന്റെ കാരണം. നമ്മളിൽ തന്നെയുള്ള ഒരു ജീവനല്ലത്, ദൈവിക ജീവനാണ്. അത് നമ്മുടെ ദേഹിയുടെ തലത്തിലേക്ക് കൂടുതൽ കൂടുതൽ ഈ പുതുക്കം വരുന്നതോറും കൂടുതൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഈ കാര്യം ഒരു ഭാരപ്പെട്ടല്ല നേരം ചെയ്യുന്നത്. നമ്മൾ തുറന്നു കൊടുക്കുന്നതിന് അനന്തരഫലമായിട്ട് ഈ ജീവൻ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ ദൈവിക ജീവൻ, ദൈവിക സ്നേഹം നമ്മളെ കാണുന്നവർക്ക് നമ്മളിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനായിട്ട്. പക്ഷെ പുതുക്കപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഫലം ഉണ്ടാവത്തില്ല. ഉപദേശമൊക്കെ കറക്റ്റ് ഉപദേശമായിരിക്കും. അപ്പൊ പരീക്ഷന്മാർക്ക് പറ്റിയ ഒരു കാര്യം അതായിരുന്നു. കർത്താവ് കൊണ്ടാണ് പറഞ്ഞു, അവർ പറയുന്നവരെല്ലാം ചെയ്യണം, ചെയ്യുന്നവരൊന്നും ചെയ്യരുത്. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമ്മളിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ അവയവങ്ങളെ ഒരു യാഗമായിട്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ, ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ജീവനായിട്ട് മാറും. നമ്മളൊരു ചാനലായിത്തീരും. ദൈവിക ജീവൻ നമ്മളിലൂടെ ഒഴുകി, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ പോലെ, എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ തിരുവെഴുത്ത് പറഞ്ഞ പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞതുപോലെ, അത് നമ്മുടെ ആത്മാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ദേഹിയിൽ പുതുക്കം സംഭവിക്കും തോറും ഈ ആത്മാവിലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമ്മുടെ ദേഹിയിൽ നിന്ന് ശരീരത്തിലൂടെ പുറത്തേക്ക് വരും. മറ്റേ നമ്മള് മുഖം കറുപ്പിച്ചിരിക്കുന്നവരുടെ നമ്മുടെ മുഖത്തൊരു പ്രസാദം വരും. അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മാറ്റത്തിന്റെ അനന്തരഫലം, നമ്മൾ ശ്രമിച്ചുണ്ടാക്കുന്നതല്ല. ഈ പുതുക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പുതുക്കം വരുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ ജാതികളും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. അവര് കോപിക്കും, നമ്മളും കോപിക്കും. അവര് പിണങ്ങും, നമ്മളും പിണങ്ങും. അവര് മറ്റുള്ളവർക്ക് പാര വെക്കും, നമ്മളും വെക്കും. മറ്റുള്ളവരെ കുറിച്ച് അവർ ദൂഷണം പറയും, നമ്മളും ദൂഷണം പറയും. ഈ കൽപ്പനകളുടെ അനുസരണമാണ് ജാതികളെയും നമ്മളെയും തമ്മിൽ വ്യത്യസ്തരാക്കി തീർക്കുന്നത്. ഈ ദൈവിക ജീവനാണ് ഈ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു കാര്യം. നമ്മുടെ ഏതളവിൽ മനസ്സിന് പുതുക്കം വരുന്നോ ആ അളവിലെ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇതിന്റെ അനന്തരഫലം റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തില് ഇങ്ങനൊരു പ്രോമിസ് ഉണ്ട്. ഏകന്റെ ലഗ്നത്താൽ മരണമായ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ജീവനിൽ വാഴുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ഷമയില്, കരുണയില്, ദോഷം കണക്കിടാത്ത മനോഭാവത്തില്, ക്ഷമിക്കുന്ന കാര്യത്തില്, ഇതിലെല്ലാം നമ്മൾ വാഴുക എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം വാഴുക എന്ന് പറയുമ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. മരണം വാണ പോലെ, അല്ലെ കോപവും മോഹവും കയ്പും വെറുപ്പും പരാതിയും വാണതുപോലെ സമാധാനം, ജീവൻ നമ്മുടെ ഉള്ളിൽ വാഴാനായിട്ട് തുടങ്ങും. നാച്ചുറലായിട്ട് അത് നമ്മൾ സ്വാഭാവികമായിട്ടാണ് നമ്മളിൽ വാഴുന്ന പോലെ തന്നെ ഈ ജീവനും നമ്മളിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ ചെയ്യും. ഈ മനസ്സിന്റെ പുതുക്കം വരുന്ന അളവിലാണ് ഈ ജീവൻ നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാനായിട്ട് തുടങ്ങുന്നത്. മനസ്സിന് പുതുക്കം വരാത്തപ്പോൾ അടച്ചു വെച്ചിരിക്കുന്ന ഒരു പാത്രം പോലാണ്. അതിന് ഉള്ളിലുണ്ട്, പക്ഷേ
എടുത്ത് കമത്തിയാലും പുറത്തേക്ക് വരത്തില്ല. പക്ഷെ അതിന്റെ അടപ്പ് തുറന്നു കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് പുറത്തേക്ക് ഒഴുകുന്നത് പോലെ നമ്മുടെ മനസ്സിന് പുതുക്കം വരും തോറും നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ജീവൻ പുറത്തേക്ക് ഒഴുകാനായിട്ട് തുടങ്ങും. അതിനൊരു ഒരു നമ്മൾ ഒരു കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. നമ്മൾ കോപിക്കാനായിട്ട് നമ്മൾ ഒരു ശ്രമം നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. അതുപോലെ തന്നെ ക്ഷമിക്കാനായിട്ട് നമുക്കൊരു ശ്രമം നടത്തേണ്ട ആവശ്യമില്ലാതെ വരും. 15 പറയുന്നുണ്ട്, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ച പോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചപ്പോൾ മണ്ണുകൊണ്ടുള്ളവന്റെ സ്വഭാവം നമ്മളിൽ നിന്ന് ഇങ്ങനെ നാച്ചുറലായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. അല്ലെ, ജന്മനാ തന്നെ ആരും പഠിപ്പിക്കുകയൊന്നും വേണ്ട. പിണങ്ങാൻ പഠിപ്പിക്കേണ്ട, ശാഠ്യം പിടിക്കാൻ പഠിപ്പിക്കേണ്ട, സ്വന്തം ഇഷ്ടത്തിനോട് പോരാടാൻ പഠിപ്പിക്കുക. അത് നാച്ചുറൽ ആയിരുന്ന പോലെ തന്നെ നമുക്ക് പുതുക്കം വരുമ്പം നമ്മുടെ ഉള്ളിൽ ദൈവിക ജീവനെ നാച്ചുറലായിട്ട് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. അത് നമ്മൾ അറിയത്ത് പോലുമില്ല, നാച്ചുറൽ ആയിരിക്കും അത്. ക്ഷമിക്കുക എന്നുള്ളത്, മറ്റേത് ക്ഷമിക്കാതിരിക്കുക എന്നുള്ളത് നാച്ചുറൽ ആയിരുന്ന പോലെ ക്ഷമിക്കുക എന്നുള്ളത് നാച്ചുറലായിട്ട് മാറും. മറ്റേ പിണങ്ങുക എന്നുള്ളത് നാച്ചുറലായിട്ട് പെട്ടെന്ന് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വന്ന പോലെ ഈ പുതുക്കം വരുമ്പം പിണങ്ങാതിരിക്കുക എന്നുള്ളതും നാച്ചുറൽ ആയിട്ടുള്ള സവിശേഷം. എന്തൊക്കെ കേട്ടാലും ആരെന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പിണക്കം ഉണ്ടാകത്തില്ല. കാരണം എന്താ? നമ്മുടെ ഉള്ളിലുള്ള ജീവൻ ദൈവിക ജീവൻ ആ ഒരു പ്രക്രിയ നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നത്. ഈ പുതുക്കത്തിന്റെ അനന്തരഫലമായിട്ട് ഈ ഒരു പ്രക്രിയ നമ്മളിൽ നടക്കത്തുള്ളൂ. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, ഈ പുതുക്കപ്പെടാൻ നമ്മൾ വിസമ്മതിക്കുന്നു. ഈ പുതുക്കപ്പെട്ട മനസ്സിന് ദൈവവചനം എന്ന് പറയുന്നതാണ് ആധാരമായിരിക്കുന്നത്. പുതുക്കപ്പെടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വചനമല്ല ആധാരം. പുതുക്കപ്പെട്ട ഒരാൾ എപ്പോഴും ദൈവവചനം എന്ത് പറയുന്നതായിരിക്കും ചിന്തിക്കുക. ദൈവജനത്തെ കുറിച്ച് പറയുന്നത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം എന്നാണ്. കൊലോസ്യർ 3 നമ്മളോട് പറയുന്നു, ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. അപ്പൊ സ്വർഗത്തിലുള്ള കാര്യം എന്താ? സ്വർഗത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് നമ്മൾ ദൈവത്തിന്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് ദൈവരാജ്യത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. നമ്മൾ ഈ പുതുക്കം വരുന്തോറും ഈ ഒരു പ്രക്രിയ നമ്മളിൽ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ റിയാക്ഷൻസ്, പ്രതികരണങ്ങളിൽ വ്യത്യാസം വരാൻ തുടങ്ങും. മറ്റേ നമുക്ക് ക്ഷമിക്കുക എന്നുള്ള വിഷമമാണെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമായിട്ട് തീരും. അപ്പം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ നാച്ചുറലായിരുന്നു. അവരുടെ ഉള്ളിലുള്ള ജീവനായിരുന്നു പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഒരു ശ്രമത്തിന്റെ ആവശ്യമില്ലായിരുന്നു. നമുക്ക് മനസ്സ് പുതുക്കും തോറുമാണ് നമ്മൾ ഈ ആദാമ്യമായ തലങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ തലങ്ങളിലേക്കുള്ള ഒരു വ്യത്യാസം നമുക്ക് വരുന്നത്. അല്ലെ, നമ്മൾ വീണ്ടും ജനിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരത്തില്ല, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മാറ്റം വരത്തില്ല. നമുക്ക് പുതുക്കം വരുമ്പം നമ്മൾ കാര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ നോക്കി കാണാനായിട്ട് തുടങ്ങും. നമുക്കറിയാം, റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ നന്മ എന്ന് പറയുന്നതിന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്നുള്ളത് 29-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പം ഈ നമ്മുടെ മനസ്സിന് പുതുക്കം വന്നു കഴിയുമ്പം അത് നമുക്കൊരു യാഥാർത്ഥ്യമായിത്തീരും. നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ നേരിടുന്ന എല്ലാ കാര്യങ്ങളോടുള്ള ബന്ധത്തിലും അത് എന്നെ രൂപാന്തരപ്പെടുത്താനായിട്ട് ദൈവം അനുവദിച്ചതാണെന്നും ദൈവം അറിഞ്ഞിട്ടാണെന്നും ദൈവം കൽപ്പിച്ചിട്ടാണെന്നുള്ള ഒരു ആന്തരിക ബോധ്യം കൊണ്ട് ഞാൻ ആ സാഹചര്യങ്ങളോട് എതിർത്ത് നിൽക്കത്തില്ല. ക്രൂശിക്കാൻ വരുന്നവർക്ക് കർത്താവിനെ നമ്മൾ വായിക്കുന്നവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തെന്ന്, രക്ഷപ്പെടാൻ ശ്രമം നടത്തിയില്ല. നിങ്ങളാരെ തിരിയുന്നു? യേശു ഞാൻ തന്നെയാണ്. നമുക്ക് പുതുക്കം വരുന്നതോറും പരീക്ഷയുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രതികരണങ്ങൾ ആ നിലയിലായിത്തീരും. നമ്മളെ തന്നെ ന്യായീകരിക്കുകയോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യാതെ നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും. ഈ ഒരു പുതുക്കം പരിശുദ്ധാത്മാവ് നിരന്തരമായിട്ട് ശ്രമിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെ ഈ ഒരു പുതുക്കത്തിലേക്ക് നമ്മളെ നടത്താനായിട്ടാണ്. അങ്ങനെ പുതുക്കപ്പെട്ടവരോടുള്ള ബന്ധത്തില് ഈ ശണ്ടയും കലഹവും ഇതൊക്കെ തീർന്നു പോകും. പക്ഷെ പുതുക്കപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ശ്രമം നടത്താൻ പറ്റും ഒരു പരിധി വരെ. നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ പരമാവധി ശ്രമിച്ചതിന് ശേഷം നമ്മൾ പിടിവിട്ടു പോകും.
പക്ഷെ ഈ പുതുക്കം വന്ന ഒരാളെ സംബന്ധിച്ചോളം അവന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രക്രിയ, പരിധികളില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും പറയും 2-3 പ്രാവശ്യമായി ഇനി എന്റെ വിധം മാറും. പക്ഷെ ആ പുതുക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു മുദ്രാവാക്യമേ ഇല്ല. ഇപ്പം 2 കൊരിന്ത്യർ 2-ാം അപ്പോസ്തലൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. ആരുടെ അടുക്കൽ കൊണ്ടിട്ടാലും ഞങ്ങളിൽ നിന്ന് ഒരു വാസനയേ ഉള്ളൂ, ക്രിസ്തുവിന്റെ വാസന. അത് പുതുക്കപ്പെട്ടവരെ സംബന്ധിച്ച യാഥാർത്ഥ്യമാണ്. അപ്പോസ്തലൻ അതാ പറഞ്ഞത്. അപ്പോസ്തലൻ നല്ല ധൈര്യമായിരുന്നു ആ കാര്യത്തിൽ. അതെന്റെ ജീവിതം കൊണ്ട് തന്നെ തെളിയിക്കും നമുക്ക് കാണാനായിട്ട് കഴിയും. പുതുക്കപ്പെടും തോറും നമ്മൾ ക്രിസ്തുവിനോട് കൂടുതൽ അനുരൂപപ്പെടുക ചെയ്യും, ആ സ്വരൂപത്തോടെ അനുരൂപപ്പെടുക ചെയ്യും. ആ ഒരു പ്രക്രിയയിലേക്കാണ് ദൈവം നമ്മളെ അടിച്ചിരിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ പടി എന്ന് പറഞ്ഞ ഈ ലോകത്തിന് അനുരൂപരാകുന്നത് ലോകം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുത്. ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ തിരിച്ചു കളയണം. നമ്മൾ ഉന്നതത്തിന്റെ കാഴ്ചപ്പാടുകളുള്ളവരായി തീരണം. സ്വർഗീയ കാഴ്ചപ്പാട്, ദൈവജനമായിരിക്കണം നമ്മുടെ ആധാരം. മറ്റേ നമ്മൾ ജഡത്തിനും മനസ്സിനും ഈടത്തിനും വരുന്ന കാര്യങ്ങളെയായിരുന്നു നമ്മൾ അനുസരിച്ച് നടന്നതെങ്കിൽ ഇനിയും നമ്മൾ ഒറ്റ കാര്യം അനുസരിക്കത്തുള്ളൂ, ദൈവ വചനം. പണ്ട് സിഗാർഡ് ബ്രാഡ്ലി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചില കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ വചനം എന്ത് പറയുന്നു നോക്കിക്കോട്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിന്റെ എല്ലാം മുമ്പിൽ വചനത്തിന്റെ ഒരു സപ്പോർട്ട് വേണം. നമ്മളിൽ തന്നെ വരുന്നതല്ല, അതിന്റെ സോഴ്സ് ദൈവവചനമായിരിക്കണം. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ 1 കൊരിന്ത്യർ 2 നമ്മൾ വായിക്കുന്നത് പോലെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ ഒരു പ്രവൃത്തിയുടെ പിൻബലമായിട്ട് ദൈവത്തിന്റെ വചനമായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ പിൻബലം ദൈവവചനമായിരിക്കണം. നമുക്ക് തോന്നിയതോ ഒന്നും ആയിരിക്കും. നമുക്ക് തോന്നുന്നു പലപ്പോഴും തെറ്റിപ്പോകും. നമ്മുടെ കർത്താവിനെ കുറിച്ച് കണ്ണുകൊണ്ട് കാണുന്ന പോലെ വിധിക്കത്തില്ല. നമ്മുടെ കാഴ്ച പോലും നമ്മളെ തിരിച്ചു കളയാൻ സാധ്യതയില്ല. ഞാൻ കണ്ടതാന്ന് നമ്മൾ പറയുമ്പോൾ അതുപോലും കാണാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മൾ പുതുക്കം വരും തോറും നമ്മൾ നമ്മളിൽ തന്നെ ബലഹീനരായിരിക്കും. യോഹന്നാനോട് ഇങ്ങനെ പറയുന്നൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്, നീ വൃദ്ധനായ ശേഷം മറ്റുള്ളവർ നിന്റെ അര കിട്ടുകയും നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. വൃദ്ധനാകുക എന്ന് പറയുന്നത് തന്നിൽ തന്നെയുള്ള ബലം തീർന്നതിന് ശേഷം. അങ്ങനെയുള്ള സമയത്ത് പിന്നെ പരിശുദ്ധാത്മാവിനെ നമ്മളെ നടത്താൻ കഴിയത്തുള്ളൂ. നമ്മളിൽ തന്നെ നമ്മൾ ബലഹീനരായിരിക്കും. നമ്മൾ വെല്ലുവിളികൾ നടത്തത്തില്ല, നമ്മൾ പോരാടത്തില്ല. കാരണം നമ്മളിൽ തന്നെ നമ്മൾ അശക്തരാണ്. നമ്മുടെ നാക്കുകൊണ്ട് നമുക്ക് തോന്നുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും പറയണതില് ആത്മാവിന്റെ ഒരു ലീഡിങ് വേണം നമുക്ക്. വെല്ലുവിളികൾ നേരിടുമ്പോൾ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നവൻ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ തിരിച്ചടിക്കുന്ന ഒരു പ്രക്രിയ സ്വന്തം ശക്തിയിൽ നിന്ന് വരുന്ന എപ്പോഴും. ഈ പുതുക്കപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ തന്നെ ബലഹീനനാണ്. അവനടിക്കാനായിട്ട് തിരിച്ചടിക്കാൻ കഴിയത്തില്ല. അവന്റെ ചിന്തകൾ എപ്പോഴും ദൈവത്തിന് അനുകൂലമായ ചിന്തകളായിരിക്കും, ദൈവാനുരൂപമായ ചിന്തകളായിരിക്കും അവന്റെ ഉള്ളില് പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല അവനെപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. നമ്മളിങ്ങനെ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമത്തില് ചെയ്യാനായിട്ടും ദൈവപ്രസാദനോട് ചെയ്യാനും നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പുതുക്കം വരുന്തോറും നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവമഹത്വത്തിനായിട്ട് ആയിത്തീരാനായിട്ട് തുടങ്ങും. നമുക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടാകത്തുള്ളൂ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. മത്തായി 6:9 പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അങ്ങനെ പറയും, നിന്റെ നാമം സ്വീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. മത്തായി 18 കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. ഒരു ശിശുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിനെപ്പോഴും മറ്റുള്ള ഒരു സഹായത്തിന്റെ ആവശ്യമുണ്ട്. അതിനാകെ അറിയാവുന്ന ഒരു കാര്യം നിലവിളിക്കാൻ മാത്രം. വിശന്നാൽ നിലവിളിക്കും, ഒരു കൊതുക് കടിച്ചാൽ വിളിക്കും, ഉറുമ്പ് കടിച്ചാൽ നിലവിളിക്കും.
അത് തന്നെ തന്നെ ബലഹീനായി ഒന്നാണ് ശിശു. അതെപ്പോഴും അതിന്റെ പ്രത്യേകത അത് നിലവിളിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുക എന്ന് പറയുന്നത് ഈ പുതുക്കം വരും തോറും നമുക്ക് നമ്മളിൽ തന്നെയുള്ള ബലം നഷ്ടപ്പെട്ടിട്ട് ദൈവം നമ്മുടെ ബലമായിത്തീരും. നമ്മളെപ്പോഴും ദൈവത്തിന്റെ ബലത്തിലായിരിക്കും ആശ്രയിക്കുക. കർത്താവ് പറഞ്ഞ പോലെ ഞാൻ സ്വയമായിട്ടൊന്നും പ്രസ്താവിക്കുന്നില്ല, ഞാൻ കേൾക്കുന്നതാ പ്രസ്താവിക്കുന്നത്. ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല, പിതാവ് ചെയ്ത് കാണുന്നതാ ഞാൻ ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഒരു ശിശുവിനെ കുറിച്ചുള്ള സത്യമാണ്. അതിന് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആരെങ്കിലും അതിനെ സഹായിക്കണം. ആത്മീയാർത്ഥത്തിൽ വരുമ്പം നമുക്ക് നമ്മളിൽ തന്നെയുള്ള ബലം പൂർണ്ണമായിട്ട് അങ്ങ് നഷ്ടപ്പെടും. നമ്മൾ ഒത്തിരി തർക്കിക്കുന്നവരായിരുന്നെങ്കിൽ നമ്മുടെ തർക്കമൊക്കെ തീരും, തർക്കവും വാദവും ഒക്കെ അവസാനിക്കും. നമ്മൾ പിണങ്ങുന്നവരായിരുന്നെങ്കിൽ നമ്മുടെ പിണക്കമൊക്കെ മാറും. സുരസന്മാരെ, ഇങ്ങനത്തെ ഒരു മാറ്റം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ടോ? അതോ നമ്മൾ എപ്പോഴും ഏതൊരു കാര്യം കേൾക്കുമ്പോഴും ഇതിനെക്കുറിച്ച് ദൈവം എന്ന് പറയുന്നതെന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്, അതോ ലോകം എന്ന് പറയുന്നതെന്നാണോ? നമ്മുടെ നേച്ചർ അങ്ങനെയാണ്. എപ്പോഴും മറ്റുള്ളവർ ചെയ്ത് കാണുന്നതിനെ പിൻപറ്റാനുള്ള ശ്രമം നമ്മൾ നടത്താറുണ്ട്. നമ്മുടെ മാതൃക അതാണ്. പക്ഷെ ഈ പുതുക്കം വരുന്നവർ നമ്മുടെ മാതൃക കർത്താവായിട്ട് തീരും. നമ്മൾ ഓരോ സാഹചര്യം ചിന്തിക്കുക, ഇങ്ങനൊരു സാഹചര്യത്തിൽ കടന്നു പോയപ്പോൾ കർത്താവ് എന്താ ചെയ്തേ? പെട്ടെന്ന് നമ്മുടെ ചിന്ത അങ്ങോട്ടാ പോവുക. പരിശുദ്ധാത്മാവ് അങ്ങോട്ടാ നമ്മളെ നടത്തുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സ്വയമായിട്ട് നടക്കത്തില്ല, ആത്മാവ് നമ്മളെ നടത്താനായിട്ട് തുടങ്ങി. പുതുക്കം വരുന്നതോറും നമ്മൾ ആത്മാവിലാണ് കൂടുതൽ ആശ്രയിക്കുക. ആത്മാവായിരിക്കും നമ്മളെ നടത്തുന്നത്. അവർ 8:14 പറയുന്ന പോലെ ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ നമ്മൾ സ്വയമായിട്ട് നടക്കുന്ന പ്രക്രിയക്ക് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങും, ദൈവാത്മാവ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങും. എന്നിട്ട് അത് മാത്രം നമ്മൾ പറയാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ വാക്കുകൾ ചുരുക്കുവാൻ തുടങ്ങും. നമ്മുടെ ഓട്ടവും ഒക്കെ ഒത്തിരി കുറയാൻ തുടങ്ങും. നമ്മളെപ്പോഴും ഒരു ശിശുവിനെ പോലെ ഒരു സ്വസ്ഥയുടെ തലത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ പുതുക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഈ ലോകം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുത്. ലോകം എന്ന് പറയുമ്പോൾ ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപമാണ്. നമ്മുടെ ജഡം ചിന്തിക്കുന്നതല്ല ഇനി നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. പ്രായോഗികമായിട്ട് അങ്ങനെ നമുക്ക് രൂപാന്തരം വരുംതോറും നമ്മുടെ കുടുംബജീവിതങ്ങൾ സമാധാനപൂർണമായി തീരും. റോമാലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകാൻ തുടങ്ങും. നമ്മൾ പലപ്പോഴും പറയാം, 2 കൈ കൂട്ടിയടിക്കുമ്പോഴേ ഒച്ച ഉണ്ടാവുള്ളൂ. വീട്ടിൽ അസമാധാനം ഉണ്ടാകുന്നത് എങ്ങനെ? 2 പേരും ഒരുപോലെ തർക്കത്തിലും വാദത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ, ഒരാളങ്ങ് മരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ശബ്ദങ്ങളില്ല, അവിടെ ഒരു സമാധാനമുണ്ട്. കൂട്ടായ്മയിലും സമാധാനമുണ്ട്. 2 പേരും ക്രൂശെടുക്കാൻ തുടങ്ങുന്നിടത്താണ് കൂട്ടായ്മ വരുന്നത്. സ്വന്തം ഹിതത്തെ ത്യജിക്കുകയും ദൈവേഷം ചെയ്യാനായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നിടത്ത് ഒരു കൂട്ടായ്മ ബന്ധം വരും. ഈ പുതുക്കം വരുന്നില്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. നമ്മൾ ചിന്തിക്കുക, അതെങ്ങനെ ശരിയാകുന്നത്, ഇങ്ങനെ എപ്പോഴും മിണ്ടാതിരുന്നത് എങ്ങനെ ശരിയാകുന്നത്? സാത്താൻ അങ്ങനെ നമ്മളോട് ചോദിക്കുന്നു. പക്ഷെ ദൈവത്തിന് അങ്ങനെ നമ്മളോട് മിണ്ടാതിരിക്കാൻ പറയുന്നെങ്കിൽ, ദൈവിക ജ്ഞാനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കും, നമ്മളങ്ങനെ മിണ്ടാതിരിക്കുന്ന വഴി ദൈവേഷ്ടം അവിടെ നിറവേറുന്നത്. ഈ രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം നമുക്ക് ഏതളവിലുള്ള ഒരു പുതുക്കം വന്നിട്ടുണ്ടെന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാം. കൊലോസ്യ ലേഖനത്തില് ഈ പുതുക്കം വരുന്നതോറും സംഭവിക്കുന്ന ഒരു കാര്യം, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തില് 20-21 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്ക് ഉപദേശങ്ങൾക്ക് അനുസരണമായി പിടിക്കുക തുടരുന്ന ചട്ടങ്ങൾ കീഴ്പ്പെടുന്നുണ്ട്. ഈ പുതുക്കം വരുന്ന ഒരാള് ഇങ്ങനത്തെ ചട്ടങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനത്തെ കൽപ്പനകളിൽ നിന്ന്. അതിന്റെ കാരണം പുതുക്കം വരുന്ന ഒരാളെ നടത്തുന്നത് ജീവന്റെ ആത്മാവാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം റോമർ 8:2-3 മരണത്തിന്റെയും
പാപത്തിന്റെയും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഈ പുതുക്കപ്പെടുന്ന തോറും നമ്മൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന് വിധേയപ്പെടുന്നത് ഒരു ജീവൻ, ദൈവിക ജീവൻ നമ്മളെ നടത്താനായിട്ട് തുടങ്ങും. പുതുക്കപ്പെടാതിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ജീവനാൽ നടക്കുന്നത് കൊണ്ട് ഒത്തിരി കൽപ്പനകൾ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കും. ഈ പുതുക്കം വരുന്നതോറും നമ്മൾ ഈ കൽപ്പനകളിൽ നിന്ന് സ്വതന്ത്രരായിക്കൊണ്ടേയിരിക്കും. ഒരു ജീവനാണ് നമ്മളെ നടത്തുന്നത്. ആന്തരികമായിട്ട് ഒരു ജീവനാൽ നമ്മൾ നടത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിന്റെ അനന്തരഫലം നമ്മൾ അനുഗ്രഹമായി തീരും. അതുകൊണ്ട് നമുക്ക് ഈ പുതുക്കത്തിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെയാണ് നമ്മളെ പുതുക്കുന്നത്. ഈ പുതുക്കത്തിന്റെ അനന്തരഫലം വചനം പറയുന്ന പോലെ, അല്ലെ ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വളർന്നു വരിക. കർത്താവ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് പോലെ. ഇപ്പൊ ലോകത്തിന്റെ കാര്യങ്ങള്, സമ്പത്ത്, സൗന്ദര്യം, ലോകസുഖങ്ങള്, ഇതിനെയൊക്കെ കർത്താവ് എങ്ങനെ കണ്ടു എന്നുള്ള തലത്തിൽ നമ്മളും ഇതിനെ കാണാനായിട്ടും ആ നിലയിൽ പ്രതികരിക്കാനുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കുന്നതിനിടയായി തീരും പുതുക്കത്തിന്റെ അനന്തരഫലമായിട്ട്. അങ്ങനെയാണ് നമ്മൾ ജീവനിൽ വാഴാൻ തുടങ്ങുന്നത്. അസമാധാനവും അസംതൃപ്തിയും പരാതിയും കുറുകുറുപ്പും എല്ലാം നമ്മളിന്ന് മാറിപ്പോയിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അനുവദിച്ചിട്ടാണെന്നും എൻ്റെ നന്മയ്ക്കാണെന്നും നമ്മൾ ആന്തരികമായിട്ട് ബോധ്യപ്പെട്ടിട്ട് എല്ലാ പരീക്ഷകളിലും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ നിരന്തരമായിട്ട് സമർപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ദൈവേഷ്ടം നമുക്ക് നിറവേറ്റാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്നേഹങ്ങളുടെ പിതാവേ, രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടുത്തെ വചനത്തിന്റെ ആന്തരിക സത്യങ്ങളെ ഗ്രഹിപ്പാൻ തക്കൊണ്ട് അടിയങ്ങളുടെ ബുദ്ധിയെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മൂസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം നടന്ന് തിരുത്തുകളുടെ തിരിച്ചറിയുന്നതിന് അവരുടെ ഹൃദയത്തെ തുറന്ന പോലെ കർത്താവേ, ഈ സത്യങ്ങൾ തിരിച്ചറിയത്തക്കൊണ്ട് അടിയങ്ങളുടെ ഹൃദയങ്ങൾക്ക് പ്രകാശം നൽകി സ്വാതന്ത്ര്യത്തിലേക്ക് അടിയങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അടിയങ്ങളെ കുറിച്ചുള്ള അവിടുത്തെ ഈ ഒരാഴ്ചയിൽ അടിയങ്ങൾ പൂർത്തിയാക്കി ഒരിക്കല് അവിടുത്തെ മുമ്പാകെ നിൽക്കുമ്പോൾ തേജസ് പ്രാപിച്ച് അവിടുത്തെ അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ട് അവിടുത്തെ മുമ്പിൽ നിൽപ്പാൻ തക്കവണ്ണം നിങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.